ബീഹാർ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനേറ്റ തിരിച്ചടിയിൽ രാഹുൽ ഗാന്ധിയെ ഉന്നം വെച്ച് കോൺഗ്രസ് MP ശശി തരൂർ. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശശി തരൂർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോയവരാണ് വിശദീകരണം നൽകേണ്ടത്. തന്നെ പ്രചരണത്തിനായി ക്ഷണിച്ചിരുന്നില്ല. കോൺഗ്രസിനുണ്ടായ തിരിച്ചടിയിൽ പാർട്ടിക്ക് ഉത്തരവാദിത്തമുണ്ടെന്നും തരൂരിൻ്റെ വിമർശനം. അതേസമയം നെഹ്റു കുടുംബത്തിനെതിരായ തരൂരിൻ്റെ ആരോപണത്തിൽ വിമർശനവുമായി MM ഹസൻ രംഗത്തെത്തി. തരൂർ തലമറന്ന് എണ്ണ തേക്കുകയാണെന്ന് MM ഹസൻ പറഞ്ഞു. ബീഹാർ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നേരിട്ട കോൺഗ്രസിനെയും പ്രചാരണത്തിന് നേതൃത്വം നൽകിയ രാഹുൽ ഗാന്ധിയെയും ഉന്നം വയ്ക്കുന്നതാണ് കോൺഗ്രസ് MP ശശി തരൂരിന്റെ പ്രതികരണം. കോൺഗ്രസിനേറ്റ തിരിച്ചടിയിൽ വിശദീകരണം നൽകേണ്ടത് പ്രചാരണത്തിന് ഇറങ്ങിയവരാണെന്നും തന്നെ പ്രചാരണത്തിനാരും ക്ഷണിച്ചിരുന്നില്ലെന്നും തരൂർ. Let's analyze the results in detail. I think that ultimately those who were directly involved in the campaign, I unfortunately wasn't there and I wasn't invited to campaign in Bihar, so I can't tell you much myself from personal experience. All I can say is those who were involved will certainly study it, I'm sure, in greater depth. അതേസമയം നെഹ്റു കുടുംബത്തിനെതിരെ വിമർശനം ഉന്നയിക്കുകയും BJP നേതാവ് LK അദ്വാനിയെ പ്രശംസിക്കുകയും ചെയ്ത തരൂരിനെതിരെ മുതിർന്ന കോൺഗ്രസ് നേതാവ് MM ഹസൻ രംഗത്തെത്തി. തരൂർ തലമറന്ന് എണ്ണ തേക്കുന്നുവെന്ന് പറഞ്ഞ ഹസൻ, നെഹ്റു കുടുംബത്തിന്റെ ഔദാര്യത്തിലാണ് ശശി തരൂർ രാഷ്ട്രീയത്തിലേക്ക് എത്തിയതെന്നും കൂട്ടിച്ചേർത്തു. BJPയുടെ നേതാവ് അദ്വാനിയെ പുകഴ്ത്താൻ അദ്ദേഹം അവിടെ ഇകഴ്ത്തിയതാരെയാ? ജവഹർലാൽ നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധി. വാസ്തവത്തിൽ തലമറന്ന് എണ്ണ നയിക്കുന്ന ഒരു പ്രവൃത്തിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന് പറയുമ്പോൾ എനിക്ക് പറയാൻ തന്നെ വാസ്തവത്തിൽ ഖേദമുണ്ട്. എനിക്ക് അദ്ദേഹത്തോട് ഒരു അഭ്യർത്ഥനയുള്ളൂ. കാരണം നെഹ്റു കുടുംബത്തിന്റെ ഔദാര്യത്തിലാണ് ശശി തരൂർ രാഷ്ട്രീയത്തിലേക്ക് വന്നതും ഈ സ്ഥാനമാനങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. ഞാനും അദ്ദേഹത്തിന് വോട്ട് ചെയ്ത ആളാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അതാണ്. അദ്ദേഹം ഒരു സമൂഹത്തിനോ രാജ്യത്തിനോ വേണ്ടി ഒരു തുള്ളി വിയർപ്പ് പോലും ചൊരിയാത്ത ഒരാളാണ്. ഈ നെഹ്റു കുടുംബത്തിന്റെ ഔദാര്യത്തിൽ രാഷ്ട്രീയത്തിൽ വന്ന് ഇവിടേക്കെല്ലാം. കോൺഗ്രസ് നിലപാടുകൾക്ക് വിരുദ്ധമായ തരൂരിന്റെ പ്രസ്താവനകളിൽ നേതാക്കൾക്കിടയിൽ അതൃപ്തിയുണ്ടായിട്ടും തരൂരിനെ എങ്ങനെ നേരിടണമെന്ന ആശയക്കുഴപ്പത്തിലാണ് കോൺഗ്രസ്. മാത്രമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ പ്രചാരണ രംഗത്ത് നിന്ന് തരൂർ മാറി നിൽക്കുന്നതും നേതൃത്വത്തിനിടയിൽ ചർച്ചയായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.